ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റില്ലേ, ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നമുക്കിങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 40s ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചുളിവുകൾ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കിന്ന് പതുക്കെ ഏജിങ്ങിൻ്റെ സൈൻസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ആക്കാനും നമ്മുടെ സ്കിന്നിൽ ആ ഒരു പഴയ ഒരു യൂത്ത് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇതിന് ചെറിയ ഡ്രോബാക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും അഫോർഡബിൾ അല്ല എന്നുള്ളതാണ്. കാര്യം ഇതിന് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,000 തൊട്ടൊക്കെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് നല്ല പെയിൻഫുള്ളാണ്. കാരണം നീഡിൽ ഉപയോഗിച്ചൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകത്തില്ല. കാര്യം കൂടുതൽ സെലിബ്രിറ്റീസാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. കാര്യം അവർക്ക് ഇത് ആവശ്യമുള്ളതുകൊണ്ട് അവരത് യൂസ് ചെയ്യും. സാധാരണക്കാർക്ക് ഇത് അഫോർഡബിൾ അല്ല. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ള ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് 4 സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമുണ്ട്. അത് ഏതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേട്ടോണേ. അപ്പോൾ നമുക്ക് രാവിലെയും രാത്രിയും യൂസ് ചെയ്യേണ്ട ക്രീംസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. മോർണിംഗിൽ നമുക്ക് ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ ഫസ്റ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെറമാണ്. അർജീറലിൻ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് സെറമാണ് നമുക്ക് ആവശ്യമുള്ളത്. അർജീറലിൻ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് സത്യം പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഫോറിനേഴ്സൊക്കെ ഇതിനെപ്പറ്റി സുപരിചിതമായിട്ട് അറിയാമെങ്കിലും നിങ്ങൾക്ക് മലയാളീസ് ഈ ഒരു പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പൊതുവെ അറിയപ്പെടുന്നത് ബോട്ടോക്സ് ഇൻ എ ബോട്ടിൽ എന്നറിയപ്പെടുന്നത്. ഈ ഒരു അർജീറലിൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്ന് ഒരു 40 കഴിയുമ്പോൾ തൂങ്ങാൻ തുടങ്ങും. അതെല്ലാം മറ്റ് സ്കിന്നൊന്ന് ടൈറ്റൻ ആക്കാൻ സഹായിക്കും. അതുപോലെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്ന് ഒരു പ്രായം കഴിയുമ്പം ഏജിങ്ങിൻ്റെ സൈൻസ് കാണിച്ചു തുടങ്ങും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ അർജീറലിൻ ഉള്ള സിറമും അതുപോലെ മോയ്സ്ചറൈസറും ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഏജിങ് മൂലം നമ്മുടെ സ്കിന്നിൽ വരുന്ന പല ചേഞ്ചസും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ. അപ്പോൾ ഈ അർജീറലിൻ ഉള്ള സെറമാണ് നമുക്ക് ആവശ്യം. ഈ അർജീറലിൻ ഉള്ള പല സെറംസും മാർക്കറ്റിലുണ്ടെങ്കിലും ഏറ്റവും അഫോർഡബിൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓർഡിനറി എന്ന ബ്രാൻഡിൻ്റെ അർജീറലിൻ സെറമാണ് ഏറ്റവും അഫോർഡബിൾ. ഇതിനകത്ത് 10% അർജീറലിനുണ്ട്. അപ്പോൾ ഈ ഒരു സെറം നിങ്ങൾ വാങ്ങിക്കുക. നമ്മുടെ ഓൺലൈനിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഈ സെറം. അപ്പോൾ ഈ ഒരു സെറം നിങ്ങൾ വാങ്ങിച്ച് ഫസ്റ്റ് നമ്മൾ രാവിലെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം ഈ ഒരു സെറം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതൊന്നും അബ്സോർബിങ് ടൈമാണ് പറയുന്നത്, 15 to 20 മിനിറ്റ്സ്. ഈ 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഏത് മോയ്സ്ചറൈസർ എന്നറിയാമോ? നമ്മൾ നോർമൽ മോയ്സ്ചറൈസർ അല്ല, സ്നെയിൽ മുസിൻ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ആ ഇൻഗ്രീഡിയൻ്റെ മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ചില സ്നെയിൽ എന്ന് പറഞ്ഞ ഒച്ചല്ലേ, സ്നെയിൽ മുസീൻ അതെന്താണെന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായി. ഒച്ചിൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രത്യേകതരം ദ്രാവകം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ സ്നെയിൽ മുസീൻ. ഇത് കൂടുതൽ ജാപ്പനീസുകാരാണ് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അവരുടെ സ്കിൻ കെയർ റൂട്ടിൽ യൂസ് ചെയ്യുന്നത്. അവരുടെ ഗ്ലാസ് സ്കിൻ കെയർ റൂട്ടിൽ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഈ പറഞ്ഞ സ്നെയിൽ മുസീൻ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ കൊളാജൻ ബൂസ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ ഇതിനോളം നല്ല മെഡിസിൻ വേറെ ഇല്ല. അതുപോലെ ഈ സ്നെയിൽ മുസീൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പിലുള്ള റിയാക്ഷനോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ ഇത് നല്ലൊരു മെഡിസിൻ കൂടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് നല്ലോണം റീജനറേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഡാമേജായ സെൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പുതിയ സെൽസിനെ ഫോം ചെയ്യാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സൂപ്പറാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്നെയിൽ മുസീൻ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങൾ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയ മോയ്സ്ചറൈസർ ധാരാളം ഓൺലൈൻ അവൈലബിൾ ആണെങ്കിലും കുറച്ചുകൂടി അഫോർഡബിളും അതുപോലെ നല്ല മൂവിങ് ഉള്ള മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സ്നെയ്റ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങുക. എന്നിട്ട് നേരത്തെ ഞാൻ ആ സെറം യൂസ് ചെയ്തിട്ട് 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിനുശേഷം നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് മതി. ഫുള്ളി അബ്സോർബിങ് ടൈം ആവാൻ കേട്ടോ. അപ്പോൾ ഈ 10 to 15 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ, ഏതാണോ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, ആ സൺസ്ക്രീൻ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുക. എന്നിട്ട് നൈറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ് മാത്രമല്ല, ഇത് മൈൽഡ് കൂടെയാണ്. നമ്മൾ രാവിലെ നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യില്ല, അതിൻ്റെ കൂടെ നമ്മൾ ഹാർഷായിട്ടുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്താൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് മേടിച്ചിട്ട് നിങ്ങൾ നല്ലോണം ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് നല്ലോണം അത് ഒപ്പുക.
ഡ്രൈ ആക്കിയ ശേഷം നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്യേണ്ട ക്രീം റെറ്റിനോളിൻ്റെ ക്രീമാണ്. നമ്മൾ ട്രെറ്റിനോയില്ലേ, ട്രെറ്റിനോയിൻ്റെ ഒരു ബേബി വെർഷനാണ് ഈ പറഞ്ഞ റെറ്റിനോൾ. അതായത് നമ്മൾ ഇപ്പോൾ ട്രെറ്റിനോൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒരിക്കലും ട്രെറ്റിനോൻ ആദ്യമേ യൂസ് ചെയ്യരുത്. അതിൻ്റെ ഏറ്റവും ബേബി വെർഷനായ റെറ്റിനോൾ വേണം ആദ്യം യൂസ് ചെയ്യാൻ. ഈ പറഞ്ഞ റെറ്റിനോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 months നമ്മൾ യൂസ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ട്രെറ്റിനോളൊക്കെ മാറാവുള്ളൂ. ആ ടൈം ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഈ ഒരു ക്രീമായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ട്രെറ്റിനോൻ പോലത്തെ ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റെറ്റിനോളിൻ്റെ ക്രീമാണ്. അതിന് പല ക്രീമുകൾ ഇപ്പോൾ മാർക്കറ്റുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് മിനിമാലിസ്റ്റിൻ്റെ 2 പേസ്റ്റ് റെറ്റിനോൾ ക്രീമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ക്രീം മേടിക്കുക, നിങ്ങൾ നൈറ്റ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഈ റെറ്റിനോൾ അതുപോലെ ട്രെറ്റിനോൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന ക്രീംസിൻ്റെ ഒക്കെ മെയിൻ ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഇത് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെൽ ടേൺ ഓവർ ചെയ്യും. നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആയ പല സെല്ലുകളുണ്ടാകും. ആ സെല്ലുകൾ മാറ്റി പുതിയ സെൽസിനെ അവിടെ ഫോം ചെയ്യുന്ന പരിപാടിയാണ് സെൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ സെൽ ടേൺ ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ഡാമേജ് ആയ സെല്ല് മാറി പുതിയ സെല്ല് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു യങ്ങർ ലുക്ക് കിട്ടും. അതുപോലെ ഫ്രഷ് ലുക്ക് ആയിരിക്കും. അതുപോലെ നമ്മുടെ ആക്നെ, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം മാറി നമുക്കൊരു ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഈ ഒരു റെറ്റിനോൾ അതുപോലെ ട്രെറ്റിനോൾ വിഭാഗത്തിൽപ്പെടുന്ന ക്രീംസ് കൊണ്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ക്രീം വേണം നിങ്ങൾ നൈറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ടൈമിൽ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ പാടില്ല. കാരണം ഈ റെറ്റിനോൾസിന് ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ ഇത് ഒരുമാതിരിപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും സെറ്റായി പോകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ക്രീമുകളല്ലാതെ ഇതിൻ്റെ കൂടെ വേറെ ക്രീമൊന്നും ട്രൈ ചെയ്യരുത്. മനസ്സിലായോ? പിന്നെ ധാരാളം വെള്ളം കുടിക്കും. അതുപോലെ നിങ്ങളുടെ ഡയറ്റിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വിറ്റമിൻ എ ഈ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ ആഡ് ചെയ്യുക. ഈ വെയിറ്റ് ട്രെയിനിങ്ങിന് ഏറ്റവും മെയിൻ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പേശികളെ ബലപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആകും. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആ തൂങ്ങൽ വരെ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ടൈറ്റായിട്ടിരിക്കാൻ സാധിക്കും. അതും നമുക്കൊരു യങ്ങർ ലുക്ക് കിട്ടും. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. ആ വഴി ന്യൂട്രിയൻസ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. ഇതും നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നല്ലോണം വെയിറ്റ് ട്രെയിൻ ചെയ്യുക. ജിമ്മിൽ പോയി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഡംബിൾസ് ഒക്കെ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഒരു 2.5 kg അല്ലെങ്കിൽ 5 kg ഡംബിൾസ് മേടിച്ച് നമുക്ക് യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോസ് ഉണ്ട്, ഹോം വർക്കൗട്ട് വീഡിയോസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു വർക്കൗട്ട് വീഡിയോ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുക. ഒരു 30 മിനിറ്റ് ചെയ്താലും മതി. ഇത് നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പോയാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ മദ്യപാനം, പുകവലി ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.